നാട് പഞ്ചായത്തിലെ 6-ാം വാർഡ് കന്നിമല പനങ്ങോട്ടുപടി എന്നുള്ള ഒരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. അപ്പം ഇവിടെ ഒരു സംഭവമുണ്ട്. ഒരു പുതിയ കിണർ ഒരു വീട്ടുകാർക്ക് വെച്ച് കൊടുത്തതാണ് പാർട്ടിക്കാർ. കോൺഗ്രസ് പാർട്ടിയുടെ ഒരു ഇലക്ഷൻ വാഗ്ദാനം എന്ന് തന്നെ പറയാം. അവരുടെ ഒരു ആവശ്യമായിരുന്നു വീട്ടുകാർക്ക്. അപ്പം അത് ചെയ്തു കൊടുത്തതിനെ കുറിച്ച് നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം. കിണറിന്റെ ഡീറ്റെയിൽസ് അവർ ചെയ്തതിൻ്റെ. ഇതാണ് 6-ാം വാർഡിലെ മെമ്പറായിട്ട് വന്നേക്കുന്നത്. അപ്പം പേര് പറഞ്ഞേട്ടെ. എൻ്റെ പേര് സർലാലാല്. സർലാലാല്. എന്തുവായിരുന്നു അപ്പം വീട്ടുകാരുടെ ഒരു ആവശ്യം? ആവശ്യം ഞാൻ വോട്ട് ചോദിക്കാനായിട്ട് ഇവിടെ വന്ന സമയത്ത് എന്നോട് ആവശ്യപ്പെട്ടത് എനിക്ക് കുടിവെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ട്. ഓൾറെഡി ഇവിടെ കിണറുണ്ടായിരുന്നു, പക്ഷെ വീട് വെച്ച സമയത്ത് അത് മൂടിപ്പോയി. അതുകൊണ്ട് എനിക്കൊരു കിണർ അത്യാവശ്യമാണ്, ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ജയിച്ചു വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ വാഗ്ദാനം പാലിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ ഇരുന്നൊരു മീറ്റിംഗ് കൂടേണ്ടതായിട്ട് വന്നു. മുൻ മെമ്പറും മാത്തിക്കുട്ടിയച്ചായനുമായിട്ട് ഞങ്ങൾ 3 പേരോട് ഇരിക്കുന്ന സമയത്ത് വീണ്ടും ഇതൊരു വിഷയം എടുത്തിട്ടു. അപ്പം മാത്തിക്കുട്ടിയച്ചായൻ പറഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും കണ്ട് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പലരെ സമീപിച്ചു. അപ്പം അവരുടെ എല്ലാം ഞങ്ങൾ ഇന്ന് സമീപിച്ചു. അവരെല്ലാം നല്ലോണം ഞങ്ങളെ സഹായിച്ചു. ആ സഹായത്തോടു കൂടി ഞങ്ങൾ കിണർ പുള്ളിക്കാരനോട് തന്നെ ഒന്ന് പറഞ്ഞു, തൊടിക്കാരോട് ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ 24,000 രൂപയാകുമെന്ന് പറഞ്ഞു. പുള്ളി എന്ന് ചോദിച്ചപ്പം ഞങ്ങൾ പറഞ്ഞു ശരി നിങ്ങൾ തുടങ്ങിക്കോ, ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പലരുമായിട്ട് ഞങ്ങൾ ആലോചിച്ചു, അവരെല്ലാം സഹായിച്ചു. അങ്ങനെയാണ് നമ്മൾ ഇതിൽ എത്തിയത്. നമുക്കത് പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റി, ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് കൊടുക്കാൻ പറ്റി. നമ്മുടെ ഈ സ്ഥലത്തിന്റെ മുൻ മെമ്പറും എല്ലാം നല്ല സഹകരണത്തോടെ കൂടെ നിന്നു. മുൻ മെമ്പർ എന്ന് പറഞ്ഞാൽ അവരുടെ എല്ലാ സഹായത്തോടു കൂടി, നമ്മുടെ കോൺഗ്രസ് പാർട്ടിയിലുള്ള പ്രവർത്തകരുടെ എല്ലാ സഹായത്തോടു കൂടി പെട്ടെന്ന് തന്നെ കുടിവെള്ളം ഇല്ലേ അത് വെച്ച് നീട്ടണ്ടെന്ന് കരുതി, ഒരു കുടിവെള്ള കാര്യമല്ലേ, ഒരു വാഗ്ദാനം വെച്ച് നീട്ടി പിന്നെ ചെയ്യാൻ നീട്ടി വെക്കേണ്ട കാര്യമല്ലല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ അവരത് പ്രവർത്തകരെല്ലാരും കൂടി ചേർന്ന് അവര് പെട്ടെന്ന് വീട്ടുകാർക്ക് അത് സാധിച്ചു കൊടുത്തിരിക്കുക. നമുക്കത് വീട്ടുകാരെയും കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പൊ അച്ചായന്റെ പേരെന്ന് പറഞ്ഞാട്ടെ. എൻ്റെ പേര് സാമുവൽ എന്നാണ്. ഞാനിവിടെ താമസമായിട്ടുണ്ട് 10-20 വർഷമാകുന്നു. അന്ന് മുതൽ ആദ്യം എനിക്കൊരു ചെറിയ കിണറുണ്ടായിരുന്നു, പക്ഷേ വീട് വെച്ചപ്പോൾ അത് മൂടിപ്പോയി. പിന്നീട് എനിക്ക് കിണറില്ല, ഞാൻ ദൂരെ നിന്നാണ് കുടിവെള്ളം കൊണ്ടുവരുന്നത്. ഇവിടെ വയലാണെങ്കിലും ഇവിടുത്തെ വെള്ളം ഒരു ഓരാണ്. ഉണക്കാലം ആകുമ്പോൾ വെള്ളം പറ്റി കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം നമുക്ക് കുളിക്കാനോ ഉപയോഗിക്കാനോ പറ്റുകയില്ല. അപ്പോൾ അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ നമ്മുടെ മെമ്പർ ഇവിടെ വോട്ടിന് അപേക്ഷിക്കാൻ വരുമ്പോൾ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു കിണർ സാധിച്ചു തരണം, ജയിച്ചു തരാം. ഞാൻ പറഞ്ഞു സാധിച്ചു തരാം, ജയിക്കുവാണെങ്കിൽ സാധിച്ചു തരാമെന്ന് പറഞ്ഞു. അത് സാധിച്ചു തന്നതിൽ ഞങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പുള്ള മെമ്പർ LDFിൻ്റെ ആളായിരുന്നു. അദ്ദേഹത്തോട് ഞങ്ങൾ ഒത്തിരി പറഞ്ഞു, അദ്ദേഹം അതെല്ലാം നോ പറഞ്ഞു. എന്നാൽ അതിന് മുമ്പിരുന്ന മെമ്പറാണ് നമ്മുടെ ഉഷ മെമ്പർ. അവരാണ് ഇതിന് ഇപ്പോൾ ഇത് ലഭിക്കാൻ മുഖാന്തരം ആ മെമ്പറാണ് ഈ കാര്യം ഈ മെമ്പറോട് പറയുന്നതും. അത് എന്തായാലും എല്ലാവരുടെ അത് ഏറ്റെടുക്കുകയും മെമ്പറും അതോടൊപ്പം ഈ 6-ാം വാർഡിലും ഇതിന് പുറത്തുമുള്ള എല്ലാവരുടെയും സഹകരണമാണ്. ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുന്നു. അപ്പം എത്ര തൊടിയുണ്ട് ഇപ്പൊ കിണറിന്? വയലായതുകൊണ്ട് അധികം തൊടിയുടെ ആവശ്യമില്ലെന്ന് തോന്നുന്നില്ലേ? 13 തൊടിയുണ്ട്. അപ്പൊ വെള്ളമൊക്കെ 13 തൊടി ആയപ്പോഴേ ഇഷ്ടം പോലെ കിട്ടി. ഇപ്പൊ കുടിക്കാൻ ഉപയോഗിക്കാനും പറ്റുന്ന നല്ല വെള്ളം. അറിയത്തില്ല ഇനിയിപ്പോ ഓരാ, ഈ ഉണക്ക സമയത്ത് ഓരാ എങ്കിലും ഇച്ചിരി നന്നായിരിക്കും ഈ വെള്ളം. ഇവിടോട്ട് അതിനത്ര ഒഴിച്ചു വെച്ചത്, അവിടെ വയലങ്ങ് കൂടുതലാണ്. അവിടെ കരയിലോട്ട് മാറ്റിയിട്ടാണ് കിണർ കുത്തിയിരിക്കുന്നത്. ഇപ്പൊ ഈ കരയുടെ ഇതിലൂടെ ആകുമ്പോൾ ഇത്തിരിയുടെ വെള്ളം നന്നായിരിക്കും. പഞ്ചായത്ത് അംഗം ഉഷമേടം ഉണ്ട്. അപ്പൊ ഉഷമേടത്തിന്റെ അഭിപ്രായം പറഞ്ഞേ. ഞാൻ ഈ വാർഡിലെ ബ്ലോക്ക് ഡിവിഷൻ മെമ്പറാണ്. സത്യത്തിന് തെരഞ്ഞെടുപ്പുമായി വീടുകൾ കയറി ഇറങ്ങിയ സമയത്ത് ഈ ഇദ്ദേഹത്തിന്റെ ഈ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന വിഷയം എന്ന് വെച്ചാൽ കുടിവെള്ളം ഇല്ല എന്നുള്ള ഒരു വിഷയമാണെന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ, ഏതൊരു മനുഷ്യർക്കായാലും ജീവിക്കണമെങ്കിൽ വെള്ളവും വെളിച്ചവും സഞ്ചാരയോഗ്യമായ വഴികളും വേണം. അപ്പൊ അദ്ദേഹത്തിന്റെ ആവശ്യം എന്ന് വെച്ചാൽ കുടിവെള്ളമായിരുന്നു. ആ കുടിവെള്ളം ജയിച്ചു വന്നാൽ നിറവേറ്റി തരാം എന്ന് വാർഡ് മെമ്പർ ഉറപ്പ് പറഞ്ഞു. അതിനോടൊപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ച് ഈ വാർഡിലെ സ്വമനസ്സുകളുടെ പ്രയത്നത്താലാണ് ഇന്ന് ഇദ്ദേഹത്തിന് ഈ കുടിവെള്ളം ഇവിടെ ഈ വാർഡിലെ ജനപ്രതിനിധിയോട് മാത്രമല്ല ഈ വാർഡിലെ കോൺഗ്രസിന്റെ ഭാരവാഹികളെല്ലാം തന്നെ ഇടപെട്ടാണ് ഇത് നടപ്പിലാക്കിയത്. തീർച്ചയായും ഇനിയും വരുന്ന കാലങ്ങളിലും ഈ വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ബ്ലോക്ക് മെമ്പറും വാർഡ് മെമ്പറോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഉറപ്പു തരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ മുൻ വാർഡ് പ്രസിഡന്റ് നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ളത്. ഞാൻ കിണറിന് വേണ്ടി ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്തത് നമ്മുടെ വാർഡ് മെമ്പറോടൊപ്പം നിന്നത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മാത്തിക്കുട്ടിയച്ചാനും ഇപ്പോഴത്തെ നമ്മുടെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് KC ജെയിംസ്. അദ്ദേഹത്തിന് കടയുണ്ട്, അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ സാമ്പത്തികം ഇട്ട് സഹായിച്ചത് അദ്ദേഹമാണ്. പിന്നെ നമ്മുടെ വാർഡിന് പുറത്തുമുള്ള ആൾക്കാരും ഒരുപാട് സഹായിച്ചു. പിന്നെ നമ്മുടെ ബൂത്ത് പ്രസിഡന്റ് കോശിയുണ്ട്. ഒരു കൂട്ടായ ഒരു ശ്രമഫലത്തിൻ്റെ പുറത്താണ് ഇത്രയും ചെയ്ത്. വാർഡ് പ്രസിഡന്റാണ് പറയേണ്ടത്, അദ്ദേഹം എല്ലാത്തിൻ്റെ പേരിൽ
ഞാൻ സംസാരിച്ചാണ്. ഏറ്റവും കൂടുതൽ ഇതിന് മുൻകൈ എടുത്തതും ആരൊക്കെ പോയി കാണണം നിർദ്ദേശം കൊടുത്തതും ഇദ്ദേഹമാണ്, മാത്യു വർഗീസ്. ഉദ്ഘാടനം നടത്തുകയാണ്. അത്രയും കാലമായി കിണറ്റിൽ വെള്ളം കോരി. ഇപ്പം വീട്ടുമുറ്റത്ത് കിണർ കുഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായതുകൊണ്ടാണ് തറ ഭാഗം നോക്കി ഇച്ചിരി മാറ്റി അങ്ങോട്ട് കിണർ വെച്ചേക്കുന്നത്. എന്തായാലും ഇത് 13 തൊടി ഉണ്ടെങ്കിലും മുകളിൽ വരെ വെള്ളം എത്തിയിട്ടുണ്ട്. ഒരു 5 തൊടിയോളം മുങ്ങിക്കിടക്കുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് ഉള്ളത്. അപ്പൊ എന്തായാലും അത് അവർക്ക് വീട്ടുകാർക്ക് വളരെ സന്തോഷവും, അവർക്ക് കുടിവെള്ള പ്രശ്നമായതുകൊണ്ട് അധികം നീട്ടി വെക്കാതെ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുത്തത് വളരെ നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് നമ്മുടെ പഞ്ചായത്ത് മെമ്പറേയും അതിനോട് ചേർന്ന് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു.